ന്യായപ്രമാണത്തിൻ അത്ഭുത കാര്യങ്ങൾ കാണുവാൻ കണ്ണു തുറന്നു തരൂ, കാണുവാൻ കണ്ണു തുറന്നു തരൂ. ന്യായപ്രമാണത്തിൻ അത്ഭുത കാര്യങ്ങൾ കാണുവാൻ കണ്ണു തുറന്നു തരൂ, കാണുവാൻ കണ്ണു തുറന്നു തരൂ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ 77 സങ്കീർത്തനം അതിൻ്റെ 13 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു, യാക്കോബിൻ്റെയും യോസേഫിൻ്റെയും മക്കളെ തന്നെ. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? ഇതാണ് ദൈവമക്കളെ യേശു കർത്താവ് നമ്മളെ കേൾപ്പിക്കുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നെന്ന്. എൻ്റെ കർത്താവ് എത്ര നല്ല ദൈവം! നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? അവൻ ദേവഗണങ്ങളിൽ അത്യുന്നതൻ. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് വചനം. അതെ, ഇത് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. ദൈവമക്കളെ, നമ്മളൊക്കെയും ഈ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു, ആ ദൈവത്തിൽ ആശ്രയിപ്പാനും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം. തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു, യാക്കോബിൻ്റെയും യോസേഫിൻ്റെയും മക്കളെ തന്നെ എന്ന് സ്തോത്രം. അതേ ദൈവമക്കളെ, തലമുറയായിട്ട് നമ്മളെയൊക്കെ ദൈവം വീണ്ടെടുത്ത ഈ മഹത്തായ ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ സ്തോത്രം, എത്ര ഒരു നിമിഷം മതി. അത് ജാതികളുടെ ഇടയിൽ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര അത്ഭുതമാണെന്ന് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുത പ്രവൃത്തി, അതാണ് നമ്മളൊക്കെ കർത്താവിൽ ആശ്രയിക്കുവാനും വലിയൊരു സാക്ഷിയെ തീരുവാനും ഇടയായത്. മറ്റെന്തിനേക്കാളധികം നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ഒരു ശുശ്രൂഷയിലൂടെ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ആ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണ്. അത്ഭുതമേറിയ പ്രവൃത്തികൾ കാണാൻ കിട്ടിയ നന്മയ്ക്കാൻ നന്ദിയോടെ സ്തോത്രം. ന്യായപ്രമാണത്തിലെ അത്ഭുത രഹസ്യങ്ങൾ കാണാൻ നമ്മുടെ കണ്ണുകളെ തുറക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഈ വിശുദ്ധ സ്നേഹത്തെ, ഈ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ വാതിക്കൽ നിൽക്കുന്ന ദൈവമക്കളെ, ആമേ സ്തോത്രം. നമ്മുടെ പിന്നിട്ട വഴികളെ നമ്മളൊന്ന് നോക്കിയാൽ ഇപ്പോൾ ഈ സമയത്ത് ഇത്രത്തോളം യഹോവ നമ്മളെ സഹായിച്ചല്ലോ. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾ വന്ന വഴികളെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇവിടം വരെ വരുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? വഴിമധ്യേ വീഴാവായിരുന്നു. ആപത്തുകൾ, അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണം ഇതെല്ലാം കടന്നു വന്നപ്പോഴും ദൈവസന്നിധിയിൽ ഒരു നല്ല സാക്ഷി പറയാൻ എന്നെ നിങ്ങളെയൊക്കെ ഒരുക്കിയില്ലേ. ഇനിയും ദൈവത്തിൻ്റെ അതിമഹത്തായ കൃപകളെ കാണുവാനും അത്ഭുതമേറിയ വീര്യപ്രവൃത്തികളെ വർണ്ണിപ്പാനും കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ, വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും ഭയഭക്തിയോടെയും കർത്താവെ അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം ഈ ദൈവത്തിൽ ആശ്രമിപ്പാൻ അടിയങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവം പ്രവർത്തിച്ച അത്ഭുത പ്രവൃത്തി, അതേ കർത്താവെ, ഇന്ന് ജീവിച്ചിരുന്ന ദൈവത്തെ ആരാധിപ്പാൻ ഇടയാക്കുന്നത് ദൈവം കാണിച്ച ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി തന്നെയാണ് കർത്താവെ. നിന്റെ ബലമുള്ള ഭുജം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. വലിയവനായ ദൈവത്തെ, അത്യുന്നതനായ ദൈവത്തെ ഒരിക്കൽ കൂടി വാഴ്ത്തുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സങ്കടത്തിലും കർത്താവെ അതുപോലെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന മക്കൾക്കും ആമേ സ്തോത്രം. എല്ലാവർക്കും വേണ്ടി സമയത്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അതിമഹത്തായ കൃപയൊന്ന് കാണുവാൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവസന്നിധി നല്ലൊരു സാക്ഷിയായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.